ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഒരു ചെറിയൊരു ട്രിപ്പാണ്. ഒരു 2 ഡേ പോലത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. അധികം ലോങ് ആയിട്ടൊന്നുമില്ല, എനിക്ക് അധികം ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 ഡേ ട്രിപ്പാണ്. ജസ്റ്റ് ഒരു റിസോർട്ടിൽ താമസവും പിന്നെ കുറച്ചൊരു സൈറ്റ് സീയിങ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കൊടൈക്കനാലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബസ്സൊക്കെ വന്ന് നമുക്ക് കടക്കാൻ പറ്റാണ്ട് കുറേ നേരം അങ്ങനെ നിൽക്കേണ്ടി വന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നല്ല സ്പീഡിൽ തന്നെ നമ്മൾ കയറിപ്പോയി. ആ ചുരമൊക്കെ കയറി മുകളിലെത്തിയപ്പോഴാണ് സമാധാനമായത്. അഫ്കോഴ്സ് ചുരം കയറുമ്പോൾ ഒരു സുഖമില്ലാണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ, അത് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ എത്തിയ ഉടനെ തന്നെ അവിടെ വാട്ടർഫാൾ ഉണ്ട്. കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇതൊന്ന് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെ നമുക്ക് ഒരു വാട്ടർഫാൾ ഉണ്ട്, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഞങ്ങളൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ജസ്റ്റ് കടന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്ന് വണ്ടിക്കൊന്ന് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ടർഫാൾ കണ്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വെള്ളമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി ഒന്ന് നടന്ന് കാണാമെന്ന് വെച്ചു. അപ്പോൾ വണ്ടി കുറച്ച് നീക്കിയിട്ടായിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ ഒന്നും പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ നടന്നു പോയി. അതിന് മുന്നിൽ കയറുന്നത് ജസ്റ്റ് ആ വാട്ടർഫാളൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നോക്കിയപ്പോൾ ഈ വഴിയിൽ പോകുമ്പോൾ തന്നെ ലേക്ക് ഉണ്ട് കൊടൈക്കനാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാൻ കൂടി ഇവിടെ ഒന്ന് പോവാം. ജസ്റ്റ് ഒന്ന് ഇറങ്ങി, പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ വണ്ടിയിൽ തന്നെ ചുറ്റിക്കറങ്ങി. കാരണം ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല, ഭയങ്കര നൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ ചുരമൊക്കെ കയറി വന്ന് മുകളിലെത്തിയപ്പോഴേക്കും ഓൾറെഡി ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. ജസ്റ്റ് റിസോർട്ടിലേക്ക് പോകാൻ അത്യാവശ്യം കുറച്ച് ദൂരവും കാണിക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി ഉൾഭാഗത്താന്ന് പറയുന്നത് മുകളിലാണെന്ന്. അപ്പോൾ അതിലേക്ക് പോകാൻ ഇച്ചിരി ടൈം എടുക്കുമെന്ന് അറിയാം. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി ഫോട്ടോ എടുത്തു. ഞങ്ങൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, അവിടെ എൻ്റെ അടുത്ത് തന്നെ. അവിടേക്കൊന്ന് പോയി ജസ്റ്റ് അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഒന്ന് കറങ്ങി. ഇച്ചുനായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്, അവിടെ കിടന്ന് ഓടി നടക്കുമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി ജസ്റ്റ് കുറച്ച് ഫുട്ടേജൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പോന്നു. അവിടെ ഗാർഡൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉപ്പിലിട്ട മാങ്ങ കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അത് കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ റിസോർട്ടിലേക്ക് വിടാമെന്ന് വെച്ചു. പിന്നെ അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാൻ ആ ടൈമിൽ എന്തായാലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് വിടാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈമോക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ആ റിസോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഞങ്ങൾ ഫുഡ് അവർ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഫുഡ് വേണോ എന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു വേണ്ട, ഞങ്ങൾ എപ്പോഴാണ് വരികയെന്ന് നമുക്കറിയില്ല, നമുക്ക് എത്ര ലേറ്റ് ആവുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരുള്ളൂ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അത്രയും നൈറ്റ് ആയിട്ടില്ല, എന്നാലും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എവിടെയാണ് റിസോർട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ള ലൈറ്റ് ആവണേലും മുന്നേ. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വരാം, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുട്ടേജിൽ കാണാൻ പറ്റും, ഭയങ്കര മുകളിലൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. എന്തായാലും വൺ ടൈമെങ്കിലും വിസിറ്റ് ചെയ്യണം. ബട്ട് എന്നാലും പക്ഷെ കുറേ ഉള്ളിലേക്ക് പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കഴിച്ചിട്ട് പോകണം. നമ്മൾ അത് ചെയ്തില്ല, നമുക്ക് അറിയണ്ടായിരുന്നില്ല, ഭയങ്കര ഉള്ളിലാണ് അത്. കുറേ നേരം അങ്ങനെ ഉള്ളിലേക്ക് പോയി അത്യാവശ്യം കയറ്റം ഇറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാത്രി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് അവരോട് തന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് അവിടെ റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പക്ഷേ കുറച്ച് ഹൈ ഏരിയയിലായതുകൊണ്ട് അവർ ഫുഡ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ അവർ അതിനുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങി അപ്പോൾ തന്നെ കുക്ക് ചെയ്തിട്ട് കൊടുക്കാറാന്ന് പറഞ്ഞത് അവർ. അപ്പോൾ ജസ്റ്റ് ഉള്ളത് വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്നു കേട്ടോ. പിന്നെ കുറേ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടായി, ഇനി ദൈവമേ വഴി തെറ്റിയ. പിന്നെ വഴി തെറ്റാന്ന് വെച്ചാൽ വഴി തെറ്റാനൊന്നുമില്ല, ഇടയ്ക്ക് ഓരോ ചെറിയ വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വഴി തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കൂടെ എന്തായാലും ആവില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ട് പോയത്, അവർ മാപ്പ് അയച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഓക്കെയാണ്. കാരണം പിന്നെ വേറെ വഴി എന്ന് പറഞ്ഞാൽ നേരെ അടിക്കുള്ള വഴി, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ അവസാനം ആ ബോർഡ്, ഒരു റിസോർട്ടിൻ്റെ ബോർഡ് കണ്ടു. അപ്പോഴാണ് ഒരു സമാധാനം ഇതാ ഓക്കെ നമ്മൾ പോണ വഴി കറക്റ്റാണല്ലോ എന്നുള്ള സമാധാനം. ഇത് അത്യാവശ്യം കുറച്ച് പോകാനുണ്ട് കേട്ടോ ഉള്ളിലേക്ക്. നമ്മൾ പറഞ്ഞ ലേക്കില്ലേ, കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് അത്യാവശ്യം കുറേ പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ബോർഡ് കാണാം, ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ നമ്മൾ വന്നത് കറക്റ്റ് സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് ഇച്ചിരി മോശമാണ്. ബട്ട് അഫ്കോഴ്സ് നിങ്ങൾ ഹൈ ഏരിയയിലേക്ക് പോകുമ്പോൾ ആ റോഡൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഇവിടെ എവിടെയോ റിസോർട്ട് ഉണ്ടെന്നുള്ള സമാധാനത്തിൽ വണ്ടി ഓടിച്ച് പോയി ഞങ്ങൾ അവിടെ. പിന്നെ നമ്മൾ കണ്ടു, റിസോർട്ട് കണ്ടപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയി അവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി ജസ്റ്റ് റൂമൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ഉള്ളത് 4 റൂംസ് പോലത്തെ, അങ്ങനെ 4 എന്താ പറയുക വില്ല പോലെയാണ്. 2 വലിയ വില്ലയുണ്ട്, അതിൽ ഡബിൾ മുകളിലും അടിയിലും താമസിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. പിന്നെ ഹണിമൂൺസ് അങ്ങനെ ഒറ്റ കപ്പിളൊക്കെ മാത്രമായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് ഒരു 2 ചെറിയ വേറെ ഉണ്ട്, ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്ന 2 വില്ലയുണ്ട്. നല്ല രസമാണ് കേട്ടോ, അവിടെ നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ നമ്മൾ രാത്രി സമയത്ത് നമുക്ക് കണ്ടാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് റൂമിൽ പോയി, ജസ്റ്റ് റൂമിലൊന്ന് സെറ്റിലായി. റൂമൊക്കെ ഒന്ന് കയറി കണ്ടു. തണവുണ്ടായിരുന്നു. അപ്പോൾ ഹീറ്ററൊക്കെ ഇട്ട് സോക്സ് ഇടുന്നവരും സ്വെറ്റർ ഇടുന്നവരൊക്കെ സ്വെറ്റർ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിസോർട്ട് വരുന്നത്. അത് ഞാൻ നാളെ നെക്സ്റ്റ് ഒരു വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫുൾ റൂം ടൂറൊക്കെ ആയിട്ട് അതിൽ കാണിച്ചു തരാം, പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.